ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക് ചിക്കനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്കായി 250 ഗ്രാം ചിക്കൻ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായി പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാളയും 2 തക്കാളിയും എടുക്കാം. 2-3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം നന്നായി ചെറുതായി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഈ പാലക്ക് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. അതിൻ്റെ തണ്ടെല്ലാം മാറ്റി നമുക്കത് വൃത്തിയായി കഴുകിയെടുക്കാം. ഈ പാലക്കിൻ്റെ ഇല നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അതിലേക്കാണ് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാലക്ക് അതിലേക്ക് ചേർത്തി കൊടുത്തു. അതിനി 5 മിനിറ്റ് നേരം അതൊന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്നും ഈ ഇല മാറ്റി വയ്ക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 മസാല വേണം. അതിലേക്ക് 2 ഏലക്കായ, ഒരു വലിയ കറുത്ത ഏലക്കായും ഒരു വഴണയിലയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് പെരിഞ്ജീരകവും ഈ മസാലയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ച് അത് നന്നായി മൂത്ത് വരട്ടെ. നമ്മൾ പാലക്കിൻ്റെ ഇല അരയ്ക്കുമ്പോൾ ആ മിക്സി കഴുകിയ വെള്ളം കളയരുത് കേട്ടോ. നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട് ഗ്രേവിയിലേക്ക്. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ട് തീ ചെറുതാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചൂടാറിയ പാലക്ക് നമുക്കൊന്ന് പോയി അരച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവിക്ക് നല്ല പച്ചനിറം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി പാലക്കിൻ്റെ ഇല കൂട്ടിയെടുത്തോളൂ. എനിക്ക് ഗ്രീൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഈ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ ചിക്കൻ മസാല. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചിക്കൻ മസാലയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മളുടെ മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട്, ഉള്ളി തക്കാളിയെല്ലാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കൂടി ചേർത്തി കൊടുക്കാം. പാലക്ക് അരയ്ക്കുമ്പോൾ ആ മിക്സി ജാറിലെ വെള്ളം ഞാൻ കളഞ്ഞിരുന്നില്ല. ആ വെള്ളമാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തോളൂ. എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ വെള്ളം മാത്രമാണിപ്പോൾ ചേർത്തി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം നമ്മളുടെ ചിക്കൻ നന്നായി വെന്ത് ചാറ് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്കും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചാറെല്ലാം ഒന്ന് കുറുകി വരട്ടെ. നമ്മളുടെ ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിലേക്കായി നന്നായി എണ്ണ ചൂടാകുമ്പോൾ ചെറുതായി മുറിച്ച പാലക്കിൻ്റെ ഇലയും വെളുത്തുള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തി നമ്മൾ ഈ വറുത്തിട്ടതിനെ നമ്മളുടെ ചിക്കനിലേക്ക് ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചി കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡിയായി. ഇത് ശരിക്കും നമ്മളുടെ ഹോട്ടലിൽ അതേ ടേസ്റ്റും മണവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം, അഭിപ്രായം അറിയിക്കണം. സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.